ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയുള്ള ഹർജികൾ ഹൈക്കോടതി ഒരുമിച്ച് പരിഗണിക്കും. ഹർജി ദേവസ്വം ബെഞ്ചിന് വിടാനാണ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനം. മുസ്തഫ വീണ്ടും. മുസ്തഫ, ആരൊക്കെയാണ് ഹർജിക്കാർ? നേരത്തെ ഹൈന്ദവീയം ഫൗണ്ടേഷൻ ഒരു ഹർജി നൽകിയിരുന്നു. അത് ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെ അജീഷ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ, അദ്ദേഹം ഇന്ന് പൊതു താല്പര്യ ഹർജിയാണ് നേരത്തെ നൽകിയിരുന്നത്. ഇന്ന് ആ ഹർജി പരിഗണിച്ചപ്പോൾ അദ്ദേഹം നേരിട്ട് ഓൺലൈനിൽ ഹാജരാകുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ അവധിക്കാല ബെഞ്ച് ഈ വിഷയം പരിഗണിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. സ്വാഭാവികമായും കോടതി ഈ ദേവസ്വം ബെഞ്ചിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതൊരു പൊതു താല്പര്യ ഹർജിയായി നിലനിൽക്കില്ല. മാത്രമല്ല ഇത് ദേവസ്വം വിഷയമാണ്. സ്വാഭാവികമായി അത് പരിഗണിക്കുന്ന മറ്റൊരു ബെഞ്ചുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേവസ്വം ബെഞ്ചുമായി ബന്ധപ്പെട്ടും സർക്കാരിന്റെ അഭിഭാഷകരും ഒക്കെ കോടതിയെ ചൂണ്ടിക്കാണിച്ചു. സ്വാഭാവികമായും കോടതി പറഞ്ഞത് ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഒരു 3 ഹർജികൾ കോടതിയുടെ മുമ്പിലുണ്ട്. ആ സാഹചര്യത്തിൽ അത് 3ഉം ഒരുമിച്ച് പരിഗണിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കാര്യം 3 വിഷയങ്ങൾ ഒരേ ബെഞ്ച് പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒറ്റ വിഷയത്തിൽ അത് വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഹർജികളുടെ സ്വഭാവം പൊതുവാണ്. അതുകൊണ്ട് തന്നെ ആ 3 ഹർജികളും ഒറ്റ ബെഞ്ച് പരിഗണിക്കുന്നതിന് വേണ്ടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ഇന്ന് തന്നെ കോടതി ഇറക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചിട്ടുണ്ട്. ശരി മുസ്തഫ.